എല്ലാം ഞങ്ങളുടേത് മാത്രമാണ് ശരി. എന്താ അവിടെ പറയുന്നത്? നിങ്ങൾ ആ മൊത്തം കഥ നിങ്ങൾ വായിക്കുക. ഞാനിവിടെ പ്രധാനപ്പെട്ട 2 വാക്യാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് യേശു കുറ്റം പറയുന്നത്. അതായത് മറ്റുള്ള ആൾക്കാരുടേത് ശരിയല്ല എന്ന് യേശു സമർത്ഥിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. യോഹന്നാൻ 4ന്റെ 21, 22 വാക്യങ്ങൾ. യേശു പറഞ്ഞു, സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. നോക്കൂ, യേശുവിൽ നിന്നാണെന്ന് പറയുന്നില്ല. യഹൂദരിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇവരൊക്കെ മണ്ടന്മാര്. ഓക്കെ, യഹൂദരിൽ നിന്നാണ് രക്ഷ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. അതായത് നിങ്ങൾ ആരാധനയൊന്നും ശരിയല്ല. ഞങ്ങളുടേത് മാത്രമാണ്. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആരാധന രീതിയാണ് ശരി. ഇവിടെ പ്ലൂറലാണ് പറയുന്നത്. ഞാൻ എന്നല്ല പറയുന്നത്. ഇപ്പൊ ഇവര് പറയില്ലേ, അത്യുന്നതനായിട്ടുള്ള ദൈവത്തെയാണ് യേശു ആരാധിക്കുന്നതെന്ന് പറഞ്ഞത് പച്ച നുണ പറയും. അതായത് കേരളത്തിലുള്ള കുറച്ച് മലയാളികളായിട്ടുള്ള ഈ ക്രിസ്ത്യാനികൾ വലിയ എന്താ പറയണ്ടേ,